Xiaomi അവരുടെ ഏറ്റവും പുതിയ ഫോണായ Mi 10i ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ റിയൽമിയും ഒരു ഫോൺ ഈ ഒരു സെഗ്മെന്റിലോട്ട് കൊണ്ടുവരാൻ നിൽക്കുന്നുണ്ട്. നമ്മൾ കുറേ കാലമായിട്ട് വെയിറ്റ് ചെയ്യുന്നൊരു ഫോണാണ് Realme X7 എന്ന് പറഞ്ഞ ഫോൺ. ഇപ്പോൾ ഇറങ്ങിയ Mi 10iയുടെ ഒരു ഡയറക്റ്റ് കോമ്പറ്റീറ്റർ തന്നെയായിരിക്കും Realme X7 എന്ന് പറഞ്ഞ ഫോൺ. അപ്പോൾ നമുക്ക് Mi 10iയും Realme X7ഉം ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം. ഈ രണ്ട് ഫോണുകളുടെ എല്ലാ ആസ്പെക്ട്സും നമ്മൾ കമ്പയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ ഫുൾ കാണാം. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഓൺ ഫോൺസ് എന്ന യൂട്യൂബ് ചാനലാണ്. എൻ്റെ പേര് അഭിജിത്ത് എന്നാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. നമ്മുടെ കമ്പാരിസണിലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങളോട് ഒരു കാര്യം ചോദിക്കാണ്ട്, നിങ്ങൾ ഏത് ഫോൺ ചൂസ് ചെയ്യും? Mi 10i ചൂസ് ചെയ്യുമോ Realme X7 ചൂസ് ചെയ്യുമോ? താഴെ കമൻറ്റിൽ ഇപ്പം തന്നെ അറിയിക്കുക. നമ്മുടെ വീഡിയോ കഴിയണതിന് മുമ്പ് അറിയിക്കുക ഏതാണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നത് എന്ന് ഇപ്പം തന്നെ അറിയിക്കുക. ആദ്യം തന്നെ നമ്മൾ നോക്കാൻ പോകുന്നത് ഈ രണ്ട് ഫോണുകളുടെയും ഡിസൈനും ബിൽഡുമാണ്. നമുക്ക് Mi 10i ലഭിക്കുന്നത് ഒരു ഗ്ലാസ് ബാക്കാണ്, ഒരു ഗ്രേഡിയൻ ബാക്കുള്ള ഒരു ഫിനിഷ് തന്നെയാണ്. നമുക്ക് ഒരു സർക്കുലർ ക്യാമറ അറയും ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കുറച്ചുകൂടെ ഒരു പ്രീമിയം ഫിനിഷ്, അല്ലെങ്കിൽ ബാക്കിയുള്ള ഫോണുകളിൽ നിന്നും മാറ്റമുള്ള, അല്ലെങ്കിൽ ബാക്കിയുള്ള ഫോണുകളിൽ നിന്നും കുറച്ചുകൂടെ യൂണീക്ക് ആയിട്ടുള്ള ഒരു ഡിസൈനാണ് ഇതിൽ ലഭിക്കുന്നത്. കുറച്ചുകൂടെയൊക്കെ നമുക്ക് സാമ്യം തോന്നുന്നത് OnePlus 7T ഒക്കെ ആയിട്ടാണ് ആ ഒരു ക്യാമറ അറേ. പക്ഷേ എന്നിരുന്നാലും ആ ഒരു ഗ്രേഡിയൻ്റ് ഉള്ള കാരണം അത്രയ്ക്കും അങ്ങോട്ട് സിമിലാരിറ്റി തോന്നുന്നു, കുറച്ചുകൂടെ യൂണീക്ക് ആയിട്ട് തോന്നും. പക്ഷേ Realme X7 എടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മൾ എല്ലാ റിയൽമി ഫോണുകളിലും കണ്ട പോലത്തെ ഒരു ഡിസൈൻ തന്നെയാണ്. ഒരു വെർട്ടിക്കൽ ക്യാമറ അറേ ലഭിക്കുന്നുണ്ട്, ഒരു ഗ്ലാസ് ബാക്ക് തന്നെയാണ് ലഭിക്കുന്നത്. പിന്നെ ഒരു വേരിയൻറ്റിൽ നമുക്ക് ഡെയർ ടു ലീപ്പ് എന്ന് എഴുതിയിട്ടുമുണ്ട്. അപ്പോൾ ഡിസൈൻ Realme X7ൻ്റെ അത്രയും മോശമാണ് എന്നല്ല, നമ്മൾ എന്നിരുന്നാലും കണ്ട് പരിചയമുള്ള ഒരു ഡിസൈനാണ് നമുക്ക് Realme X7 ലഭിച്ചത്. ഒരു ഡിസൈൻ എന്ന് പറഞ്ഞാൽ ഒരു പ്രിഫറൻസ് ആണ്. എൻ്റെ ഒരു പ്രിഫറൻസ് എനിക്ക് Mi 10i കുറച്ചുകൂടെ ഒരു നന്നായിട്ട് തോന്നി. കാരണം നമുക്ക് ബാക്കിയുള്ള ഫോണുകളെ പോലെ ഒന്നും അല്ല എന്നുള്ളൊരു കാര്യം കൊണ്ട് തന്നെ. അപ്പോൾ ഡിസൈനൊന്നും നമ്മൾ ആർക്കും പോയിൻ്റൊന്നും കൊടുക്കുന്നില്ല. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഡിസ്പ്ലേയുടെ കാര്യമാണ്. നമുക്ക് Mi 10i ലഭിക്കുന്നത് ഒരു 6.67 ഇഞ്ചിൻ്റെ ഫുൾ HD+ LCD ഡിസ്പ്ലേ ആണ്. ഇതൊരു പഞ്ച് ഹോളുള്ളൊരു LCD ഡിസ്പ്ലേ ആണ്. മാത്രമല്ല ഒരു 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റുള്ള LCD ഡിസ്പ്ലേ ആണ്. നമ്മൾ Mi 10T സീരീസിലും പോക്കോ X3യിലും ഒക്കെ കണ്ട അഡാപ്റ്റീവ് സിങ് ടെക്നോളജി നമുക്കിതിൽ ലഭിക്കുന്നുണ്ട്. അതായത് ആ റിഫ്രഷ് റേറ്റ് ഒരു കോൺസ്റ്റൻ്റ് അല്ല, മാറിക്കൊണ്ടിരിക്കും സിനാരിയോയ്ക്ക് അനുസരിച്ച്. Realme X7 വരികയാണെങ്കിൽ നമുക്കൊരു AMOLED ഡിസ്പ്ലേ ലഭിക്കുന്നത്, ഒരു 6.4 ഇഞ്ചിൻ്റെ AMOLED ഡിസ്പ്ലേ ആണ് ലഭിക്കുന്നത്. പക്ഷേ ഇത് 60 ഹെർട്സിൻ്റെ AMOLED ഡിസ്പ്ലേ ആണ്. നമുക്ക് ഹയർ റിഫ്രഷ് റേറ്റ് ലഭിക്കുന്നത് പ്രോ വേർഷനാണ്, ഇതിൽ നമുക്ക് ലഭിക്കുന്നില്ല. അപ്പോൾ ഈ രണ്ട് ഫോണുകളും കമ്പയർ ചെയ്യുന്നത് പോക്കോ X3യും Realme 7 Proയും കമ്പയർ ചെയ്യുന്ന പോലെ. കാരണം നമുക്ക് AMOLED ഡിസ്പ്ലേ വേണോ അതോ ഹയർ റിഫ്രഷ് റേറ്റ് ഡിസ്പ്ലേ വേണോ എന്നുള്ളൊരു ചോയ്സ് മേക്ക് ചെയ്യാനുണ്ട്. എന്താണ് നിങ്ങളുടെ പ്രിഫറൻസ് എന്നതിനനുസരിച്ച് ചൂസ് ചെയ്യേണ്ട ഒരു കാര്യമാണത്. AMOLED ഡിസ്പ്ലേ ആണെങ്കിൽ നമുക്ക് 60 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് ഇതിൽ ലഭിക്കുന്നുള്ളൂ, അതായത് Realme X7 ലഭിക്കുന്നുള്ളൂ. കുറച്ചുകൂടെ ഹയർ റിഫ്രഷ് റേറ്റ് ഡിസ്പ്ലേ വേണമെങ്കിൽ, കുറച്ചുകൂടെ സ്മൂത്ത് ആയിട്ടുള്ള ഡിസ്പ്ലേ വേണമെങ്കിൽ Mi 10i തന്നെ ചൂസ് ചെയ്യണം. സ്പെക്സിൻ്റെ കാര്യത്തിലോട്ട് എടുക്കാം. നമുക്ക് Mi 10i ലഭിക്കുന്നത് Snapdragon 750G എന്ന് പറഞ്ഞാൽ കോൾകോമിൻ്റെ ഏറ്റവും പുതിയ 5G ചിപ്സെറ്റാണ്. Snapdragon 750G എന്ന് പറഞ്ഞാൽ നമ്മൾ OnePlus നോഡിലൊക്കെ കണ്ട Snapdragon 765G ഒക്കെ ആയിട്ട് കമ്പയറബിൾ ആയിട്ടുള്ള ഒരു പ്രോസസ്സറാണ്. പ്രോസസ്സിംഗ് പവറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് CPU കാര്യത്തിൽ Snapdragon 765Gനേക്കാളും കുറച്ചുകൂടെ മുന്നിലാണ്, GPUയുടെ കാര്യത്തിൽ കുറച്ച് പുറകോട്ടാണ്. എന്നിരുന്നാലും കമ്പയറബിൾ ആണ്. AnTuTu ബെഞ്ച് മാർക്ക് സ്കോർസ് ഒക്കെ നോക്കുകയാണെങ്കിൽ ഒരു സിമിലർ ആയിട്ടുള്ള ഒരു ബെഞ്ച് മാർക്ക് സ്കോർസാണ് ലഭിക്കുന്നത്. നമുക്ക് പക്ഷേ Realme X7 വരികയാണെങ്കിൽ MediaTek Dimensity 800U എന്ന് പറഞ്ഞ ചിപ്സെറ്റാണ് ലഭിക്കുന്നത്. ഇതും നമ്മുടെ ഈ ഒരു സെഗ്മെൻറ്റിലെ ഒരു നല്ല രീതിയിൽ പവർഫുൾ ആയിട്ടുള്ളൊരു പ്രോസസ്സറാണ്. Snapdragon 750 ആയിട്ടൊക്കെ കമ്പയറബിൾ ആയിട്ടുള്ളൊരു പ്രോസസ്സറാണ്. AnTuTu ബെഞ്ച് മാർക്ക് സ്കോർസ് ഒക്കെ നോക്കുകയാണെങ്കിൽ സിമിലർ ആണ്. പക്ഷേ AnTuTuവിൽ MediaTekനെ നമുക്ക് അത്രയ്ക്കും വിശ്വസിക്കാൻ പറ്റില്ല, അത് വേറൊരു കാര്യം. കാരണം നമ്മൾ MediaTek കുറേ ചീറ്റിംഗ് ഒക്കെ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ എന്നിരുന്നാലും Dimensity സീരീസിലെ പ്രോസസ്സറുകൾ കിടിലം തന്നെയാണ്. നമ്മുടെ MediaTek Dimensity 800U എന്ന് പറയുന്നത് Snapdragon 750G ആയിട്ടൊക്കെ കമ്പയറബിൾ ആയിട്ടുള്ളൊരു ചിപ്സെറ്റ് തന്നെയാണ്. എന്നിരുന്നാലും രണ്ടെണ്ണത്തിനും കൂടെ നോക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ മികച്ച് നിൽക്കുന്നത് Snapdragon 750G തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു പൊടിക്ക് ബെറ്റർ ആണ് എന്നുള്ളൊരു കാര്യം കൊണ്ട് തന്നെ. പിന്നെ പറയുകയാണെങ്കിൽ നമുക്ക് Mi 10i ലഭിക്കുന്നത് LPDDR4X RAM ആണ്, UFS 2.2 സ്റ്റോറേജുമാണ്. Realme X7 വരികയാണെങ്കിൽ LPDDR4X RAM കിട്ടുന്നുണ്ട്, UFS 2.1 സ്റ്റോറേജുമാണ് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ Mi 10iക്കാണ് നമുക്ക് സ്പെക്സിൻ്റെ കാര്യത്തിൽ കുറച്ചുകൂടെ അഡ്വാൻറ്റേജ് വരുന്നത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ക്യാമറയുടെ കാര്യമാണ്. Mi 10iയുടെ ഏറ്റവും വലിയ ഫീച്ചറായിട്ട് Xiaomi എടുത്തു പറയുന്നത് അതിലെ 108 MP സാംസങ് ISOCELL HM2 എന്ന് പറഞ്ഞ സെൻസറുള്ള ക്യാമറയാണ്. നമ്മൾ Mi 11 കണ്ട അതേ ക്യാമറ തന്നെയാണ്. ഇനി സാംസങ് ഗാലക്സി S21 അൾട്രയിലൊക്കെ വരുന്ന സെയിം ക്യാമറ തന്നെയാണ്. എന്നിരുന്നാലും നമുക്ക് പ്രോസസ്സിംഗ് പവറിൻ്റെ കാര്യമൊക്കെ വെച്ച് നോക്കിയിട്ട് ഒരു ഫ്ലാഗ്ഷിപ്പ് ക്യാമറ സെൻസർ ഉണ്ടെങ്കിൽ പോലും നമുക്ക് ആ ഫ്ലാഗ്ഷിപ്പ് ലെവൽ ഇമേജ് ഒന്നും നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല. എന്നിരുന്നാലും ഈ ഒരു സെഗ്മെൻറ്റിലെ ഏറ്റവും മികച്ച ക്യാമറകളിൽ ഒരെണ്ണം തന്നെയായിരിക്കും Mi 10i എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഈ ഫോണിൻ്റെ സെക്കൻഡറി ക്യാമറസ് നോക്കുകയാണെങ്കിൽ 8 MP അൾട്രാ വൈഡ് ലഭിക്കുന്നുണ്ട്, 2 MP മാക്രോ ലഭിക്കുന്നുണ്ട്, 2 MP ഡെപ്ത് സെൻസറും ലഭിക്കുന്നുണ്ട്. Realme X7 വരികയാണെങ്കിൽ നമുക്ക് 64 MP സെൻസറാണ് ലഭിക്കുന്നത്. ഇത് നമ്മൾ
നമ്മൾ റിയൽമി 7 സീരീസിൽ കണ്ട സോണി IMX682 എന്ന് പറഞ്ഞ സെൻസർ തന്നെയാണ് നമ്മൾ റിയൽമി 7 പ്രോയിൽ ഇതിൻ്റെ ഔട്ട്പുട്ടൊക്കെ കണ്ടാണ് തിരക്കേടില്ലാത്ത ഔട്ട്പുട്ടൊക്കെ തന്നെയാണ് ലഭിക്കുന്നത്. നമുക്ക് റിയൽമി 7 പ്രോയിൽ കണ്ട പോലത്തെ ഔട്ട്പുട്ട് തന്നെയായിരിക്കും ഇതിൽ നമുക്ക് ലഭിക്കാൻ പോകുന്നത് എന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ അപ്പോഴും നമുക്കൊരു അഡ്വാൻറ്റേജ് വരുന്നത് Mi 10 iക്ക് തന്നെയാണ്, കുറച്ചുകൂടെ ബെറ്റർ ക്യാമറ സെൻസർ ഉള്ളത് കൊണ്ട് തന്നെ. പിന്നെ പറയുകയാണെങ്കിൽ സെക്കൻഡറി ക്യാമറാസ് നമുക്ക് സെയിം തന്നെയാണ് ലഭിക്കുന്നത്. 8 മെഗാ പിക്സലിൻ്റെ അൾട്രാ വൈഡ് ലഭിക്കുന്നുണ്ട്, 2 മെഗാ പിക്സലിൻ്റെ മാക്രോ ലഭിക്കുന്നുണ്ട്, 2 മെഗാ പിക്സലിൻ്റെ ഡെപ്ത് സെൻസർ ലഭിക്കുന്നുണ്ട്. സെൽഫി ക്യാമറാസ് കമ്പയർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് Mi 10 iയിൽ 16 മെഗാ പിക്സൽ സെൽഫി ലഭിക്കുന്നുണ്ട്. ഇതിലോട്ട് വരികയാണെങ്കിൽ 32 മെഗാ പിക്സലിൻ്റെ സെൽഫി ക്യാമറയും ലഭിക്കുന്നുണ്ട്. അപ്പോൾ മൊത്തത്തിൽ ക്യാമറയുടെ കാര്യം നോക്കുകയാണെങ്കിൽ നമുക്ക് Mi 10 iയുടെ കാര്യത്തിൽ തന്നെയാണ് ഒരു അഡ്വാൻറ്റേജ് വരുന്നത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ബാറ്ററിയുടെ കാര്യമാണ്. നമുക്ക് Mi 10 iയിൽ ലഭിക്കുന്നത് 4820 mAh ബാറ്ററി, 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ്ങുമാണ്. റിയൽമി X7 വരികയാണെങ്കിൽ 4300 mAh ബാറ്ററിയും 65 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ്ങുമാണ്. ഈ ഒരു കാര്യത്തിൽ നമ്മൾ പോക്കോ X3യും റിയൽമി 7 Pro ആയിട്ട് കമ്പയർ ചെയ്യുന്ന പോലെയാണ്. നമുക്ക് കുറച്ചുകൂടെ ബിഗ്ഗർ ബാറ്ററി വേണമെങ്കിൽ Mi 10 i തന്നെ നോക്കണം, കുറച്ചുകൂടെ നല്ല ഫാസ്റ്റ് ചാർജിങ് വേണമെങ്കിൽ റിയൽമി X7 നോക്കണം. എൻ്റെ ഒരു പ്രിഫറൻസ് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ ഫാസ്റ്റ് ചാർജിങ് തന്നെ ആയിരിക്കും. കാരണം നമുക്ക് റിയൽമി X7 65 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് കൊണ്ട് ഈ ഫോൺ ഫുൾ ചാർജ് ആക്കണമെങ്കിൽ 33 മിനിറ്റ് എന്തോ ആണ് കമ്പനി പറയുന്നത്. ഒരു നല്ല രീതിയിൽ എന്താ പറയുക പ്രാക്ടിക്കലായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. പിന്നെ പോരാതെ തന്നെ നമുക്ക് 120 ഹെർട്സിൻ്റെ LCD ഡിസ്പ്ലേ ഉള്ളതുകൊണ്ട് തന്നെ, അതായത് Mi 10 iയിൽ ആ ഒരു ഡിസ്പ്ലേ ഉള്ളതുകൊണ്ട് തന്നെ കുറച്ചുകൂടെ ബാറ്ററി ഒരു 4800 ഉണ്ടെങ്കിൽ കൂടെ രണ്ടിൻ്റെയും ഏകദേശം ബാറ്ററി ലൈഫ് ഏറെക്കുറെ സിമിലർ തന്നെ ആയിരിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. റിയൽമി X7 നമുക്ക് AMOLED ഡിസ്പ്ലേ ഉള്ളതുകൊണ്ട് തന്നെ. അപ്പോൾ ഈ ബാറ്ററിയുടെ കാര്യത്തിൽ നമുക്ക് അഡ്വാൻറ്റേജ് റിയൽമി X7 തന്നെ കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മളിനി നോക്കാൻ പോകുന്നത് മിസലേനിയസ് കാര്യങ്ങളാണ്. മിസലേനിയസ് കാര്യങ്ങൾ പറയുമ്പോൾ നമുക്ക് Mi 10 iയിലാണ് കുറച്ച് കൂടുതൽ കാര്യങ്ങൾ എടുത്തു പറയാനുള്ളത്. അതെന്ന് വെച്ചാൽ നമുക്ക് Mi 10 iയിൽ സ്റ്റീരിയോ സ്പീക്കർ സെറ്റപ്പ് ലഭിക്കുന്നുണ്ട്. IP53 വാട്ടർ റെസിസ്റ്റൻസ്, IP53 റേറ്റിംഗ് എന്ന് പറഞ്ഞാൽ IP67 പോലെ വാട്ടർ റെസിസ്റ്റൻസ് അല്ല, ഡസ്റ്റും വാട്ടർ സ്പ്ലാഷും ഒക്കെ റെസിസ്റ്റൻസ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് വെള്ളത്തുള്ളികൾ സ്പ്ലാഷ് ഒക്കെ ചെയ്താൽ വലിയ കുഴപ്പമുണ്ടാവില്ല എന്ന് തന്നെ. പിന്നെ മിസലേനിയസ് കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ Mi 10 iയിൽ IR ബ്ലാസ്റ്റർ ലഭിക്കുന്നുണ്ട്, ഹെഡ്ഫോൺ ജാക്കൊക്കെ ലഭിക്കുന്നുണ്ട്. പക്ഷേ എടുത്തു പറയാനുള്ള ഒരു കാര്യം, ഹൈബ്രിഡ് സിം കാർഡ് സ്ലോട്ടാണ് ഇതിൽ ലഭിക്കുന്നത്, ട്രിപ്പിൾ സിം കാർഡ് സ്ലോട്ട് അല്ല നമുക്ക് ലഭിക്കുന്നത്. റിയൽമി X7 പറയുകയാണെങ്കിൽ നമുക്ക് കുറേ കാര്യങ്ങൾ എടുത്തു കളഞ്ഞിട്ടുണ്ട്. കാരണം അതിൽ നമുക്ക് ഹെഡ്ഫോൺ ജാക്ക് ലഭിക്കുന്നില്ല. ഹെഡ്ഫോൺ ജാക്ക് മാത്രമല്ല എടുത്തു കളഞ്ഞിട്ടുള്ളത്, ഇതിൽ നമുക്ക് മൈക്രോ SD കാർഡ് സ്ലോട്ടും ലഭിക്കുന്നില്ല. ഡുവൽ സിം കാർഡ് സ്ലോട്ട് മാത്രമാണ് ലഭിക്കുന്നത്. പണ്ട് നമ്മൾ റിയൽമിയുടെ എല്ലാ ഫോണുകളിലും ട്രിപ്പിൾ സിം കാർഡ് സ്ലോട്ടൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചാണ്. പക്ഷേ ഇതിൽ നമുക്ക് ഒരു ഡുവൽ സിം കാർഡ് സ്ലോട്ട് മാത്രമേ ലഭിക്കുന്നുള്ളൂ, എക്സ്പാൻഷൻ നമുക്ക് ലഭിക്കുന്നില്ല. അപ്പോൾ മിസലേനിയസ് കാര്യങ്ങളുടെ അഡ്വാൻറ്റേജ് വരുന്നത് Mi 10 iക്ക് തന്നെയാണ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് ആണ്. സോഫ്റ്റ്വെയറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് Mi 10 iയിൽ ലഭിക്കുന്നത് Android 10 ബേസ്ഡ് MIUI 12 ആണ്. നമുക്ക് Android 10 വെച്ചിട്ടാണ് ഇപ്പോഴും ഈ ഫോൺ ഇറങ്ങിയിരിക്കുന്നത്. Android 11 വെച്ച് ഇറങ്ങേണ്ട ഒരു ഫോണാണ്. കാരണം ഇത്രയായി, Android 11 ഒക്കെ ഇറങ്ങിയിട്ട് കുറച്ചായി. റിയൽമി X7 ആവട്ടെ Android 10 ബേസ്ഡ് റിയൽമി UI ആയിട്ടാണ് ഇറങ്ങിയത്. അപ്പോൾ Android 11 ബേസ്ഡ് ആയിട്ടാണോ ഇന്ത്യയിലോട്ട് വരുന്നത് എന്ന് കണ്ടറിയണം. അപ്പോൾ സോഫ്റ്റ്വെയറിൻ്റെ കാര്യത്തിൽ പ്രിഫറൻസ് പോലെ ഇരിക്കും. MIUI എല്ലാവർക്കും അറിയാം, റിയൽമി UIയും ഇപ്പോൾ എല്ലാവർക്കും അറിയാം. നമുക്ക് നല്ല 2 ഓപ്പറേറ്റിംഗ് സിസ്റ്റംസാണ്. ഓരോരുത്തരുടെ പ്രിഫറൻസ് എങ്ങനെയാണെന്ന് വെച്ചിട്ട് നമുക്കത് ചൂസ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് വിലയുടെ കാര്യമാണ്. വിലയുടെ കാര്യം പറയുകയാണെങ്കിൽ വിലയുടെ കാര്യം കറക്റ്റ് അങ്ങോട്ട് പറയാൻ പറ്റില്ല. കാരണം നമുക്ക് Mi 10 iയുടെ വിലയാണ് ഇപ്പോൾ കാണുന്നത്. ഇത് കഴിഞ്ഞ ദിവസം ലോഞ്ച് ചെയ്തതിൻ്റെ പ്രൈസുകളാണ്. റിയൽമി X7 ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടില്ല. പക്ഷേ നമുക്ക് പ്രൈസ് ഒന്ന് ഗസ് ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ സെയിം പ്രൈസിങ്ങിൽ തന്നെ വരേണ്ട ഒരു ഫോണാണ്. കാരണം നമുക്ക് റിയൽമി X7 ചൈനീസ് പ്രൈസിംഗ് ആണ് ഇപ്പോൾ കാണുന്നത്. Mi 10 iയുടെ ചൈനീസ് പ്രൈസിങ് ഇപ്പോൾ കാണുന്നുണ്ട്. Mi 10 iയുടെ ആ ഒരു വിലയുടെ വ്യത്യാസം കണ്ടല്ലോ. കാരണം നമുക്ക് ചൈനയിൽ ലോഞ്ച് ചെയ്ത പ്രൈസ് വെച്ചിട്ട് അതേ പ്രൈസിന് ഇന്ത്യയിലോട്ട് വരുമെന്ന് പറയാൻ പറ്റില്ല. കാരണം നമുക്ക് ഇന്ത്യയിലെ ടാക്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നോക്കണം. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് Mi 10 i ഒരു 20,000 പ്രതീക്ഷിച്ച ഫോണാണെങ്കിൽ കൂടെ തന്നെ 21,000 രൂപയ്ക്ക് വന്നത്. അപ്പോൾ റിയൽമി X7 എങ്ങനെ വരും എന്നുള്ള കാര്യം ഇപ്പോൾ ഒരു ഐഡിയ കിട്ടുന്നുണ്ടാവുമല്ലോ. ഒരു 2,000-3,000 രൂപ കൂടാൻ തന്നെ ചാൻസ് ഉള്ളൂ. 21,000 22,000, അതായത് ഈ ഒരു Mi 10 iയുമായിട്ട് ഡയറക്റ്റ് കോമ്പറ്റീഷൻ തന്നെയാണ് വരിക. പ്രൈസിൻ്റെ കാര്യത്തിൽ നമുക്കാർക്കും അഡ്വാൻറ്റേജ് ഒന്നും പറയാനില്ല. അപ്പോൾ നമ്മൾ ഇത്രയൊക്കെ കാര്യങ്ങൾ നോക്കി. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നമുക്ക് Mi 10 iക്കാണ് ചെറിയൊരു അഡ്വാൻറ്റേജ് കിട്ടുന്നത്. ചെറിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് കുറേ ഫീച്ചേഴ്സിൻ്റെയും ക്യാമറയുടെയൊക്കെ കാര്യത്തിൽ നല്ല അഡ്വാൻറ്റേജ് നമുക്ക് Mi 10 iക്ക് തന്നെയാണ് ലഭിക്കുന്നത്. റിയൽമി X7 കിട്ടുന്ന അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ അതിൽ AMOLED ഡിസ്പ്ലേ ആണ്. 60 ഹെർട്സിൻ്റെ ഡിസ്പ്ലേ ആണെങ്കിൽ പോലും നിങ്ങൾ ഒരു AMOLED ഡിസ്പ്ലേക്ക് വേണ്ടിയാണ് വെയിറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ AMOLED ഡിസ്പ്ലേ ഉള്ള ഫോണാണ് നിങ്ങൾക്ക് വേണ്ടെങ്കിൽ റിയൽമി X7 വേണ്ടി വെയിറ്റ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്കിപ്പോൾ Mi 10 i തന്നെ ചൂസ് ചെയ്യാം. വേറൊരു കാര്യം കൂടെ ഉണ്ട്, Mi 10 iക്ക് 2,000 രൂപ ഓഫ് ലഭിക്കുന്നുണ്ട് ICICI കാർഡുകൾക്ക്. അതും കൂടെ വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു കിടിലം ഒരു ഡീല് തന്നെയായിരിക്കും Mi 10 iയുടെ. എസ്പെഷ്യലി നമ്മുടെ ആ ഒരു 6GB RAM 128GB ഇന്റർണൽ സ്റ്റോറേജുള്ള വേരിയൻറ്റ്. അപ്പോൾ റിയൽമി X7 വേണ്ടി വെയിറ്റ് ചെയ്യണോ അതോ Mi 10 i തന്നെ എടുക്കണോ? AMOLED ഡിസ്പ്ലേ വേണമെങ്കിൽ മാത്രം റിയൽമി X7 വേണ്ടി വെയിറ്റ് ചെയ്യുക. AMOLED ഡിസ്പ്ലേയും 5G, ഇല്ലെങ്കിൽ നമുക്ക് റിയൽമി 7 Pro തന്നെ എടുത്താൽ മതി.
അതല്ല, നമുക്ക് ഇപ്പോൾ കുറച്ചുകൂടെ ബെറ്റർ ക്യാമറ വേണം. 108 മെഗാ പിക്സലിൻ്റെ ക്യാമറ ആ ഒരു മെഗാ പിക്സലിൻ്റെ തള്ളാണെങ്കിൽ കൂടെ നല്ലൊരു ക്യാമറ ആയിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അത് വേണം. കൂടാതെ നമുക്ക് കുറച്ചുകൂടെ നല്ല രീതിയിൽ പവർഫുൾ ആയിട്ടുള്ളൊരു ചിപ്സെറ്റുള്ള ഫോൺ വേണം ഈ ഒരു സെഗ്മെൻറ്റിൽ എന്നാണെങ്കിൽ നമുക്ക് Mi 10i തന്നെ ഇപ്പോൾ ചൂസ് ചെയ്യാവുന്നതുള്ളൂ. അപ്പോൾ അത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ Mi 10i വേഴ്സസ് Realme X7 എന്ന വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ താഴെ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക. ഇവിടെ ലൈക്ക് ബട്ടൺ കാണുന്നതായിരിക്കും. ലൈക്ക് ചെയ്യുക. പോരാത്തതിന് കമൻറ്റിൽ അറിയിക്കുക നിങ്ങൾ ഏത് ഫോണാണ് ചൂസ് ചെയ്യുക എന്ന് ഒന്നുകൂടെ അറിയിക്കുക. നമ്മൾ ആദ്യം തന്നെ പറഞ്ഞായിരുന്നു. ഇനി ഇപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് ഒരു മനംമാറ്റം വല്ലതും ഉണ്ടെങ്കിൽ താഴെ കമൻറ്റിൽ അറിയിക്കുക. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ.